ഹലോ ഗൈസ്, ഇന്നത്തെ ഇവിടെ വേറൊന്നല്ല. ഐഫോൺ 13 ഈസ് സ്റ്റിൽ വർത്ത് ഇൻ 2026 എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ലൈക്ക് ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 3 ഇയേഴ്സ് ഐ തിങ്ക് 3 വർഷമെങ്കിലായിട്ട്. ഞാൻ ഇത് എടുത്തിട്ട് 3 വർഷമെങ്കിലായിട്ടുണ്ടാവും. ആൻഡ് ബ്ലൂ കളറാണ് എൻ്റെ കയ്യിലുള്ളത്. And ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് 17 ഗൈസ്, ഐഫോൺ 17. ആൻഡ് 13 അപേക്ഷിച്ച് 17 കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് വേറെ തന്നെ വീഡിയോ ആക്കുന്നതായിരിക്കും ബെറ്റർ. ബട്ട് ഞാൻ പറയാൻ പോകുന്നത്, ഇത്രയും കൊല്ലം ഞാൻ ഈ ഫോൺ യൂസ് ചെയ്തിട്ടും ആൻഡ് സ്റ്റിൽ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിട്ടും ഇതിപ്പോഴും മേടിക്കണം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യൂ എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ. അല്ലെങ്കിൽ ഇപ്പോഴും ഈ പീസ് ഓഫ് ടെക്കിന് വാല്യൂ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്നെൻ്റെ ഒരു തോട്ട് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ ഒരു വീഡിയോ. കാരണം ഇത്രയും കാലം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, യൂസർ റിവ്യൂ എന്ന് വേണമെങ്കിൽ ഈ വീഡിയോയിൽ പറയാം. സോ ഐഫോൺ 13 ഇത് ഞാൻ 128 GB സ്റ്റോറേജ് ഉള്ള ഈ ഫോൺ ഞാൻ കുറേ അധികം യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ വീഡിയോസ് എല്ലാം മോസ്റ്റ്ലി ആദ്യം മുതലേ ഉള്ള വീഡിയോസ് അല്ല, 17 ഇപ്പം എനിക്ക് കുറച്ചായേ കിട്ടിയിട്ടുള്ളൂ. അതിന് മുമ്പുള്ള വീഡിയോസ് എല്ലാം ഞാൻ ഇതിനകത്താണ് എടുത്തത്. ഇതിന് സിനിമാറ്റിക്സും പിന്നെ എല്ലാ കാര്യവും ഉണ്ട്. നോർമലി സൂം ഇല്ലാന്നുള്ളൊരു സൂമും കുറച്ച് ഫീച്ചേഴ്സൊന്നും ഇല്ലാന്നുണ്ട്. ബട്ട് ബേസിക് ആയിട്ടുള്ള അധികം എനിക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ട്. ലൈക്ക് നമ്മുടെ ഫോണിൽ കോളത്തിൻ്റെ കോളിലാണല്ലോ കോളും ഫോട്ടോ ഒക്കെ ആണല്ലോ മെയിൻ. അങ്ങനെ അത്യാവശ്യം നല്ല ക്യാമറയായിരുന്നു ഇതിൻ്റെത്. വീഡിയോ ക്വാളിറ്റി ഉണ്ട്, ക്യാമറ ക്വാളിറ്റി ഉണ്ട്. ഫ്രണ്ട് ക്യാമറ ഐ മീൻ സെൽഫി ക്യാമറ അത്ര പോരാ. ബട്ട് കമ്പാരിറ്റീവ്ലി ഇപ്പോൾ 17 അപ്ഗ്രേഡ് ചെയ്ത ശേഷം എനിക്ക് സെൽഫി ക്യാമറ ഇത് നോക്കുകയാണെങ്കിൽ അത്ര പോരാ. ബട്ട് ബാക്കിയെല്ലാം ഇത് ഓക്കെ എനിക്ക് ആവശ്യമുള്ള എല്ലാ സാധനം ഇതിനകത്തുണ്ടായിരുന്നു. ഇതിൻ്റെ പിന്നെ സ്പേസിൻ്റെ കുറച്ച് ഇഷ്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് 128 GB റാം ഇതിനകത്ത് റാമല്ല 128 GB സ്റ്റോറേജ് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറവാണ്. മിനിമം 256 എങ്കിലും വേണം. പക്ഷേ അതിന് കുറച്ചും കൂടി പൈസ കൊടുക്കണം. പൈസ ഇല്ലാത്തതുകൊണ്ട് ഇതെടുത്ത്. ആൻഡ് ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് വരാണെങ്കിൽ ഇത് ഇപ്പോഴും കണ്ടീഷൻ പോവാണ് ഗൈസ്. നോ കംപ്ലൈൻറ്റ്സ്, നത്തിങ്. എനിക്ക് ചെറിയ ചെറിയ ബഗ് ഐഫോൺസിലുണ്ടാവും, അല്ലാണ്ട് മേജർ കംപ്ലൈൻറ്റും കാര്യവും ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ആൻഡ് ബിൽഡ് ക്വാളിറ്റി വാസ് പക്ക. ഇതുവരെ ഒരു പ്രോബ്ലം ഇല്ലാത്ത എൻ്റെ ഒരു ഫോണായിരുന്നു ഇത്. ഇതിപ്പോൾ ഏകദേശം ഐ തിങ്ക് ഞാനൊരു 3 ഇയേഴ്സ് മിനിമം എനിക്ക് യൂസ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഇതിപ്പോഴും എനിക്ക് ഗുഡ് ക്വാളിറ്റിയിലാണുള്ളത്. ഇതിന് ഇപ്പോഴും ഒരു കണ്ടീഷൻ ഒരു കുഴപ്പമില്ല. സ്റ്റിൽ വർക്കിംഗ്, നോ പ്രോബ്ലംസ്, നത്തിങ് ഗൈസ്. ഇതിൽ ഒരു കുഴപ്പമില്ലാത്തൊരു ഫോണാണ് 13. പിന്നെ 17 വന്നപ്പോൾ ഇപ്പോഴത്തെ ഒരു 2026 ബേസ് ചെയ്തിട്ട് ഈ ഫോൺ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ ഒരു ആവശ്യമാണ്. നമുക്ക് 13ൻ്റെ സൈസും 13ൻ്റെ ആവശ്യമായ സ്പെക്ക് മാത്രം വേണമെങ്കിൽ നമുക്ക് 13 പ്രിഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. ബട്ട് ഇപ്പോൾ അപ്പാരൻ്റ്ലി 13 എടുക്കുന്നതിനെക്കാട്ടും ഫാർ മോർ ബെറ്റർ 15 എങ്കിലും മിനിമം എടുക്കുന്നതാണ് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം 15 ആകുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു സൂമിങ് കിട്ടും. ബേസ് വേരിയൻ്റ് ആണ് എനിക്ക് പ്രിഫറബിളി ബേസ് വേരിയൻ്റ് ആണ് ഇഷ്ടം. എനിക്ക് സ്റ്റോറേജ് കുറച്ചും കൂടി വലിയുള്ള ബേസ് വേരിയൻ്റ് ആണ് എനിക്കിഷ്ടം. കാരണം ഇപ്പോൾ 17 എനിക്ക് ആവശ്യത്തിനുള്ള സംഭവം ഫീച്ചേഴ്സും കാര്യമെല്ലാം 17 ഉണ്ട്. സോ എനിക്ക് പ്രോ വേർഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് 13 പ്രോ എടുക്കാണ്ട് ഞാൻ 13 എടുക്കും. 13ൻ്റെ ആവശ്യമേ എനിക്ക് കറൻ്റ്ലി ഉണ്ട്. സൂമിങ്ങിൻ്റെ ഇത് സാധനം മാത്രമാണ് നമുക്ക് അവൈലബിൾ അല്ലാത്തത്. എനിക്ക് തോന്നുന്നത് 15 മുതൽ 17 വരെ സൂമിങ് കേപ്പബിലിറ്റീസും ബേസ് വേരിയൻസിലും ഉണ്ട്. അപ്പോൾ 2026 ഈ 13 എടുക്കുന്നതിൽ എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഗൈസ്. പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. അല്ല, 2026 13 എടുക്കുന്നതിനെ കുറിച്ചല്ല, 13നെ കുറിച്ച് ഞാൻ ഒരു യൂസർ റിവ്യൂ പറഞ്ഞതാണ്. ലൈക്ക് 2026 നമ്മുടെ കയ്യിൽ സ്റ്റിൽ 13 ആണ്. നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല ഗൈസ്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ അതിനകത്തുണ്ടോ എന്ന് നമ്മൾ യൂസ് ചെയ്യുക. നമുക്ക് വേറെ ഫോൺ കിട്ടുകയാണെങ്കിൽ വേറെ എടുക്കുക. കമ്പാരിറ്റീവ്ലി എനിക്ക് 13നെ കുറിച്ച് പറയാനുള്ളത്, ഇറ്റ്സ് സ്റ്റിൽ 2026 ഇതിൻ്റെ വേർത്തിനൊരു കുഴപ്പമില്ല. ലൈക്ക് ഇതൊരു ബാഡ് ഫോണാണോ, അല്ലെങ്കിൽ ഇത് പുതിയ വർഷം മാറുന്നതോറും പുതിയ ടെക്കും പുതിയ അപ്ഗ്രേഡ്സും ഫോൺ വന്നുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ പഴയ ഫോൺ എപ്പോഴും ഉപയോഗിച്ചാൽ ആവശ്യമില്ല. ഇത്രയും കാലം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് സ്റ്റിൽ ഇപ്പോഴും ഞാൻ അത്യാവശ്യം യൂസിങ് ചെയ്യുന്ന ഒരു ഫോൺ തന്നെയാണ് 13 കുഴപ്പമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് മൈ പേഴ്സണൽ റിവ്യൂ ഗൈസ്. ആൻഡ് പക്ഷേ ഇപ്പോൾ ഒരു സെക്കൻഡ് 13 എടുക്കുന്നതിനെക്കാട്ടും ബെറ്റർ പുതിയ 15 എടുക്കുന്നതായിരിക്കും ഞാൻ പറയും. ഈ സെക്കൻഡ് ഫോൺസ് എടുക്കുന്നതിനകത്ത് വലിയ താല്പര്യമൊന്നുമില്ല. അത്രയ്ക്ക് നോക്കിയെടുക്കണം. എടുക്കുന്നെങ്കിൽ അത്രയും നമ്മൾ കെയർഫുള്ളായിട്ട് നോക്കിയെടുക്കണം. ഒരു കുഴപ്പമില്ലാത്ത ഫോൺ. ഇതിപ്പോൾ ഈ ഫോണാണെങ്കിൽ ഞാൻ ഇപ്പോൾ പക്ക നീറ്റാണ്, ഒറ്റ കുഴപ്പമില്ല, നോ കംപ്ലൈൻറ്റ്സ്, ഒന്നും സ്ക്രാച്ച് പോലും ഇല്ല. ഐ മീൻ ഒന്നും റീപ്ലേസ്ഡ് അല്ല. ബാറ്ററിയും അത്യാവശ്യം പെർസെൻറ്റേജ് ഉണ്ട്. ഫസ്റ്റ് യൂസേഴ്സാണ്. ഐ മീൻ ഞാനാണ് ആദ്യമായിട്ട് ഇത് മേടിച്ചത്. ഇത് ബോക്സ് പൊട്ടിച്ച് യൂസ് ചെയ്തത് ഞാനാണ് എന്ന് ഉദ്ദേശിച്ചത്. സോ 2026 ഇറ്റ്സ് സ്റ്റിൽ വർക്കിംഗ് ആൻഡ് സ്റ്റിൽ ഇറ്റ്സ് എ നൈസ് ഫോൺ.
നോ കംപ്ലൈൻറ്റ്സ്, നത്തിങ്. കാണാനും വലിയ മോശമില്ല. നോ റീപ്ലേസ്മെൻറ്റ്സ്. അപ്പോൾ എനിക്ക് ഈ ടെക്കിനെ കുറിച്ച് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇതിപ്പോഴും ഒരു നല്ല പവർഫുൾ സാധനം തന്നെയാണ്. തീരെ ലോ എൻഡ് സാധനമല്ല, ബട്ട് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ് ഇപ്പോഴും 13 എനിക്ക് പറയാനുള്ളത്. വേറൊന്നല്ല ഗൈസ്, ഞാൻ ഇപ്പോൾ 17 മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. 13 ഇപ്പോൾ യൂസ് ചെയ്യലേ കുറവാണ്. ഇടയ്ക്ക് വല്ലപ്പോഴും ചാർജ് ചെയ്യല്ലാണ്ട് ഇപ്പോൾ യൂസ് ചെയ്യില്ല. and എനിക്ക് തോന്നുന്നു ഞാൻ അറ്റ്മീൻസ് എൻ്റെ ഇതുവരെയുള്ള ഫോൺ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടീഷനായിട്ട് ഇപ്പോഴും നിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണ് 13. എനിക്ക് നോർമലി എൻ്റെ ഒരു ഫോണെണ്ണം എടുത്തെടുത്ത് 1 ഇയർ 1.5 ഇയേഴ്സ് ഒക്കെ മാക്സിമം നിൽക്കുകയുള്ളൂ. എൻ്റെ ഒരു ഇതിന് മുമ്പുള്ള ഈ 13 എടുക്കുന്ന മുമ്പ് ഒരു ഫോൺ മാത്രമാണ് കുറച്ചും കൂടി കാലം നിൽക്കുന്നത്. ബട്ട് അതിപ്പോൾ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് മാറേണ്ട ഒരു ഇഷ്യൂ. അതിൻ്റെ വേറൊരുത്തന്നെ വീഡിയോ ചെയ്യാം. എൻ്റെ ഒരു ഫോൺ ചരിത്രത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഞാൻ 13 കുറിച്ച് കാര്യം പറയാമെന്ന്. 13 സ്റ്റിൽ ഗുഡ് ഇൻ 2026 ഗൈസ്. നോട്ട് സോ ബാഡ് ബട്ട് സ്റ്റിൽ ഗുഡ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതെടുത്തുള്ളൂ ഗൈസ് പീസ് ഓഫ് ടെക്. അതായത് iPhone 13 ഇപ്പോഴും യൂസ് ചെയ്യുന്നതിനെ കൊണ്ടുള്ള